ഇപ്പോൾ നെപ്പോളിയൻ ഹില്ല് പറഞ്ഞേക്കണത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളതിലും എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. കാരണം നമ്മളാ ഒരു തീരുമാനം നമ്മൾ ഉറച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ സ്വപ്നം കണ്ട് അവിടെ നിൽക്കും, നമ്മളൊരു തീരുമാനം എടുക്കില്ല. കാരണം അതിൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, റിസ്ക്. അപ്പോൾ നമ്മൾ ആ ഒരു റിസ്കിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബെറ്റർ ബെനിഫിറ്റിനെ പറ്റി ആലോചിക്കാണ്ട് നമ്മൾ ആ ഒരു റിസ്കിനെ ചുറ്റി നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി വേണോ വേണ്ടെന്ന് ആലോചിച്ച് ഇപ്പോൾ ഹിൽ തന്നെ പറയണ പോലെ ഒരു ഇൻഡിസിസീവ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അത് ഒരു തീരുമാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. തീരുമാനം ഇല്ലെങ്കിൽ റിസ്ക് ഇല്ല, റിസ്ക് ഇല്ലെങ്കിൽ റിവാർഡ് ഇല്ല. നമ്മൾ ആ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. സോ സംടൈംസ് നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് തോന്നണ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ വി മേ ഹാവ് ടു ടേക്ക് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ട്. അപ്പം ആ തീരുമാനം എടുക്കാനുള്ള കഴിവ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിൽ എല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മൾ തന്നെ ചില തീരുമാനങ്ങൾ ഉറച്ചെടുക്കുമ്പോഴാണല്ലോ നമുക്കൊരു നമ്മൾ കുറച്ച് മൂവ് ചെയ്യാണെന്ന് തോന്നണത്. അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാഗ്നന്റ് സ്റ്റേറ്റിലാണ്, നമ്മളിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു, പക്ഷെ നമ്മൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കണില്ല. അത് ഒരു പവർഫുൾ എന്നല്ല. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇതിലുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. തീരുമാനങ്ങൾ എടുക്കണവരെ മുന്നോട്ട് പോകണിട്ടുള്ളൂ, കാരണം തീരുമാനം എടുക്കണവരെ റിസ്ക് എടുക്കണുള്ളൂ.